Welcome to Shidha's Talk. Hello everyone. Today I'm going to help you to study Class 7 Unit 2 Foreign Lands. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ഫോറിൻ ലാൻഡ്സ് എന്ന പോമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനോടൊപ്പം തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മറ്റുള്ള ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ ഫോറിൻ ലാൻഡ്സ് എന്ന പോമാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട്, ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ്സ് ഔട്ട്സൈഡ്? അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ ആദ്യമായി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു വരികളിലൂടെയാണ് നമ്മുടെ പോമിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് എഴുതിയതാരാ? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എഴുതിയ ആളെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ല? അദ്ദേഹം 1850 ജനിച്ചത്. 1894 അന്തരിക്കുകയും ചെയ്ത ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ് ആൻഡ് ട്രാവൽ റൈറ്ററാണ്, അല്ലേ? ഇതൊക്കെയാണ് അദ്ദേഹം എഴുത്തിൻ്റെ മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനായത്. ഏതൊക്കെ വിഭാഗത്തിലാണ്? നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ്, ട്രാവൽ റൈറ്ററാണ്. ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ പോപ്പുലർ നോവൽസ് ലൈക്ക് ട്രഷർ ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കെയിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആൻഡ് കിഡ്നാപ്പ്. അപ്പം ഈ 2 കൃതികളിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത്. ദെൻ ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 കളക്ഷൻ ഓഫ് പോംസ്, എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വിസിൽസ്, അണ്ടർവേർഡ്സ് ആൻഡ് ബലാർസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പോമിൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 2 കുട്ടികൾ ഒരു മരത്തിൽ കയറുകയാണ്, അല്ലേ? അപ്പോൾ ഇതെന്തിൻ്റെ മരമാണ്? ഒരു ചെറിയ ട്രീ ആണ്. അപ്പോൾ ഇതിൽ ആ ഒരു കുട്ടി പറയാണ്, കുട്ടിയെ നമുക്ക് പോയിട്ടായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. ഈ ഒരു ചെറിയ ട്രീയുടെ മുകളിൽ ആര് കയറും? എന്നെപ്പോലൊരു ചെറിയ കുട്ടിക്ക് ആവുമോ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്? എന്നെപ്പോലൊരു ചെറിയ കുട്ടിക്കാവുമോ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു പോം ആരംഭിക്കുന്നത്. ബട്ട് ലിറ്റിൽ മീ, ഈ ചെറിയ ഞാനോ? ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഞാൻ എന്ത് ചെയ്തു? ആ മരത്തിൻ്റെ ശിഖരം എൻ്റെ 2 കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ലുക്ക് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ആ മരത്തിൻ്റെ മുകളിൽ നിന്നും ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് സ്ഥലങ്ങൾ കാണുന്നതിനെയാണ് ഇവിടെ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ, വിശാലമായ സ്ഥലങ്ങൾ കാണുകയാണ്. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ adorned with flowers before my eye and many pleasant places more that I had never seen before. അപ്പോൾ എന്തൊക്കെയാണ് ആ കുട്ടി കാണുന്നത്? ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. ഞാൻ ഈ ഒരു ചെറിയ ട്രീയുടെ മുകളിൽ നിന്ന് ഞാൻ കാണുന്നത് തൊട്ടടുത്ത വീട്ടിലുള്ള ആ ഒരു മനോഹരമായ ഗാർഡനാണ്. ആ ഗാർഡൻ എങ്ങനെയാണുള്ളത്? എൻ്റെ കൺമുമ്പിൽ ആ ഗാർഡൻ എങ്ങനെയാണുള്ളത്? വളരെ ഭംഗിയായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എഡോൺഡ് മീൻസ് ഡെക്കറേറ്റഡ്, അല്ലേ? പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വളരെ മനോഹരമായ ഒരു ഗാർഡനാണ്. തൊട്ടടുത്ത് തന്നെയും നമ്മുടെ ആ കുട്ടി നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. അതുപോലെ തന്നെ ഒരുപാട് പ്ലസൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഞാൻ ഇതുവരെ കാണാത്ത
ഒരുപാട് പ്ലസൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു. I saw the dimpling river pass and be the sky's blue looking glass. The dusty roads go up and down with people tramping into town. I saw the dimpling river pass. ഡിംപിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നുണക്കുഴിയാണ് അല്ലേ. ഇവിടെ ഒരു റിവറിന്, ഒരു പുഴയ്ക്ക് എങ്ങനെയാണ് ആ നുണക്കുഴി വരുന്നത്? ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് അല്ലേ. ആ ഒരു ഡിംപ്ലിംഗ് റിവർ കടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുഴക്ക് ആ ഒരു കുഴി വരുന്നത്, നുണക്കുഴി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പുഴ ഒഴുകുമ്പോൾ കല്ലുകളിലൊക്കെ തട്ടിപ്പോകുമ്പോൾ അതിന് എന്ത് ചെയ്യും, അതിന് വരുന്ന ആ ഒരു കുഴി. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുഴയിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ അത് ആ ഒരു കല്ല് കൊള്ളുന്ന ടൈമിൽ ഒരു കുഴി പോലെ നമ്മൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ കല്ലുകൾ തട്ടിപ്പോകുമ്പോൾ ആ പുഴയിലുണ്ടാകുന്ന ആ കുഴികൾ, അതിനൊക്കെയാണ് ഇവിടെ ആ ഒരു, അതായത് കവിയുടെ ആ ഒരു ഭാവന പോകുന്ന വഴിയാണത്. ഓക്കെ, ഡിംപ്ലിംഗ് റിവർ. അപ്പോൾ അത്തരത്തിലുള്ള നുണക്കുഴിയുള്ള പുഴകൾ ഞാൻ കണ്ടു. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. കൂടാതെ ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്, അതേപോലെ ആ പുഴയിലൂടെ ഞാൻ എന്ത് കാണുകയാണ്? നീലാകാശം, ഒരു കണ്ണാടി പോലെ ഞാൻ ആ പുഴയിൽ കാണുകയാണ്. അതും കണ്ടു അല്ലേ, നീലാകാശം, കണ്ണാടി പോലുള്ള നീലാകാശം, നീലാകാശത്തിൻ്റെ ആ ഒരു പ്രതിബിംബം ഞാൻ ആ പുഴയിൽ കാണുകയാണ്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. കൂടാതെ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കൊക്കെ നീണ്ടു നിവർന്നു പോകുന്ന പൊടി നിറഞ്ഞ റോഡുകൾ, അതിലൂടെ എന്ത് ചെയ്യാണ്? വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ, അതിലൂടെ ജനങ്ങൾ ടൗണിലേക്കൊക്കെ നടന്നു പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കൊക്കെ നീണ്ടു കിടക്കുന്ന പൊടി നിറഞ്ഞ റോഡുകളും ഞാൻ കണ്ടു. If I could find a higher tree, farther and farther I should see, to where the grown-up river sleeps into the sea among the ships. അപ്പോൾ കുട്ടി പറയാണ്, ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇതിനേക്കാൾ വലിയൊരു മരത്തിൽ എനിക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ, ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സീ, ഇനിയും ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലീപ്സ് ഇൻ ടു ദ സീ എമംഗ് ഷിപ്സ്. ഇനിയും ഹൈറ്റുള്ള മരത്തിൽ ഞാൻ കയറുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. വേറെ എന്തുകൂടെ അപ്പോഴും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്പ് ചെയ്യുന്നത് അല്ലേ. ഗ്രോൺ അപ്പ് റിവർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പുഴ ഫസ്റ്റ് ഒഴുകി വന്ന് കഴിഞ്ഞ് ലാസ്റ്റ് കടലിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഒരുപാട് വലുതാവും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോൺ അപ്പ് റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രോൺ അപ്പ് റിവർ, ഈ പുഴ കടലിലേക്ക് സ്ലിപ്പാവുന്നത് എങ്ങനെയുള്ള കടൽ? ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്പ് അല്ലേ. കപ്പലുകളുള്ള ആ ഒരു കടലിലേക്ക് ഈ ഒരു ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്പാവുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. അതായത് ഇതിലും ഹൈറ്റുള്ള മരത്തിൽ കയറാൻ കഴിഞ്ഞ. To where the road either hand lead onward into fairyland, where all the children dine at 5 and all the playthings come alive. To where the road on either hand. പിന്നെ കുട്ടി പറയാണ്, കുട്ടിയുടെ ഒരു സങ്കല്പം പറയാണ് അല്ലേ. ടു വെയർ റോഡ് ഓൺ ഐദർ ഹാൻഡ്, ഈ റോഡ് നീണ്ടു പോകുന്നത് എങ്ങോട്ടേക്കാ? ലീഡ് ഓൺവേർഡ് ഇൻ ടു ദ ഫെയറി ലാൻഡ്. ഒരു പക്ഷേ ഇത് എങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും? ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ, മായാജാലങ്ങളുള്ള ആ ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു ഫെയറി ലാൻഡിലേക്കായിരിക്കും ഈ റോഡ് നീണ്ടു പോകുന്നത്. വെയർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. അവിടെ എന്തായിരിക്കും? ആ ഫെയറി ലാൻഡിൽ കുട്ടികളൊക്കെ 5 മണിക്ക് അവരുടെ ഡിന്നർ കഴിക്കും. എന്നിട്ടോ ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്, അവിടെയുള്ള എല്ലാ കളിപ്പാട്ടങ്ങൾക്കും എന്തുണ്ടാവും? ജീവൻ ഉണ്ടാവും അല്ലേ. ഇത് കുട്ടിയുടെ ഒരു സങ്കല്പം പറയാണ് അല്ലേ. ഫെയറി ലാൻഡിലേക്ക് നീണ്ടു പോകുന്നതായിരിക്കും ഈ റോഡ്. അവിടെ കുട്ടികളൊക്കെ 5 മണിയാകുമ്പോഴേക്ക് എന്ത് ചെയ്യും? അവരുടെ ഡിന്നറൊക്കെ കഴിച്ച് അവരുടെ കളിപ്പാട്ടങ്ങൾക്കൊക്കെ ജീവൻ വെച്ച് അതുമായിട്ട് കളിക്കുന്നൊക്കെ ഈ കുട്ടിയുടെ ആ ഒരു സങ്കല്പം കൂടി ഇവിടെ പറയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോമുള്ളൂ. വളരെ സിമ്പിളായ പോമാണ്. ഈ ഒരു പോമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ പോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ? ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് അല്ലേ. ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന ലൈനിൽ പോയറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ ആൻസർ പറയാം?
In the line looked abroad on foreign lands, the point means that the child looked for into new places that are unfamiliar to him, which are different from her usual surroundings. അല്ലേ, ആ ഒരു ലൈനിൽ പോയിട്ട് മീൻ ചെയ്യുന്നത് സാധാരണ കാണുന്ന ചുറ്റുപാടിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ കാണാത്ത പുതിയ സ്ഥലങ്ങൾ ആ കുട്ടിക്ക് കാണാൻ പറ്റിയത് കൊണ്ടാണ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ വാസ് ദ ചൈൽഡ് ആബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? അല്ലേ, ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ കാണാൻ എങ്ങനെയാണ് ആ കുട്ടിക്ക് സാധ്യമായത്? എങ്ങനെയാണ്? ചെറി ട്രീയുടെ മുകളിൽ കയറിയത് കൊണ്ട് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ആൻസർ പറയാം? By climbing the cherry tree, the child gained a higher position that provided them to look over their home and see the world outside. അപ്പോൾ ആ ഒരു ചെറിയ ട്രീയുടെ മുകളിൽ കയറിയപ്പോൾ നല്ല ഹൈറ്റിൽ നിന്നും ആ കുട്ടിക്ക് ഇതുവരെ കാണാത്ത പുറം ലോകങ്ങൾ അല്ലെ വീടിന് ചുറ്റുമുള്ള മറ്റുള്ള കാര്യങ്ങൾ കൂടി കാണാൻ സാധിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? ആ മരത്തിൻ്റെ മുകളിൽ നിന്നും ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ സാധിച്ചത്? അപ്പോൾ അത് നമ്മളെ പോമിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ദ നെയ്ബറിംഗ് ഗാർഡൻ അഡോൺ വിത്ത് ഫ്ലവേഴ്സ്, മെനി പ്ലസൻറ്റ് പ്ലേസസ് ദാറ്റ് were new and unfamiliar, the river which appeared like a mirror reflecting the sky, dusty roads with people walking to town. ഇതൊക്കെയാണ് ആ മരത്തിൻ്റെ മുകളിൽ നിന്നും ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? Why does the poet say that the river is the sky's blue looking glass? അല്ല, റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈയുടെ ആ ഒരു ബ്ലൂ സ്കൈയുടെ ആ ഒരു ഗ്ലാസ് പോലെ ഒരു മിറർ പോലെ തോന്നിയെന്ന് പോയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് റിവറിനെ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ആൻസർ പറയാം? ദ പോയിറ്റ് സേസ് ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ബിക്കോസ് വെൻ ദ റിവർ ഈസ് സ്റ്റിൽ ആൻഡ് ക്ലിയർ it reflects the blue color of the sky, mirroring its appearance. അല്ലേ, ആ നല്ല റിവർ നല്ല ക്ലിയർ ആണ്. അതുകൂടാതെ ആ ഒരു സ്കൈയുടെ റിഫ്ലക്ഷൻ വളരെ ക്ലിയറായിട്ട് ഒരു മിറർ പോലെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് പോയിറ്റ് എന്ത് പറഞ്ഞത്? ദ റിവർ ഈസ് സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? അല്ലേ, ഗ്രോൺ അപ്പ് റിവർ എന്നതുകൊണ്ട് പോയിറ്റ് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ നമ്മളതിനിങ്ങനെ ആൻസർ എഴുതുക. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ റിവർ ബിക്കംസ് ലാർജർ ആസ് ഇറ്റ് ഫ്ലോസ് ഫർദർ അവേ ഫ്രം ദ ചൈൽഡ് സറൗണ്ടിങ്സ് ബൈ ജോയിനിങ് വിത്ത് അതർ സ്ട്രീം ടു ബിക്കം എ ലാർജർ ബോഡി ഓഫ് വാട്ടർ. അല്ലേ, കുട്ടി കാണുന്ന ആ ഒരു സാധാരണ കാണുന്നതിൽ നിന്നും ആ റിവർ എന്താവുന്നു? വലുതാവുന്നു. എങ്ങനെയാണ്? അത് ഒഴുകി പോകുന്നതിനനുസരിച്ച് മറ്റുള്ള സ്ട്രീമുകളുമായി കൂടിച്ചേർന്ന് മറ്റുള്ള അരുവികളുമായി കൂടിച്ചേർന്ന് ഒടുവിൽ അതെന്ത് ചെയ്യുന്നു? വളരെ വലിയൊരു വാട്ടർ ബോഡിയായി മാറുന്നു. അതുകൊണ്ടാണ് അതിനെ ഗ്രോൺ അപ്പ് റിവർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? ഹൗ വുഡ് ദ ചൈൽഡ് ബി ആബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്പ്? അല്ലേ, എങ്ങനെയാണ് ആ കുട്ടിക്ക് കടലും അതിനോടൊപ്പമുള്ള ഷിപ്പൊക്കെ കുട്ടിക്ക് കാണാൻ കഴിയാമെന്നാണ് ചോദിച്ചത് അല്ലേ. അതിന് നമ്മൾ എങ്ങനെയാണ് ആൻസർ പറയാം? ഇഫ് ദ ചൈൽഡ് കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ദാൻ ദ ചെറി ട്രീ ദി ക്ലൈംബ്, they believed they would be able to see further distance where the river meets the sea and sailing ship also. ആ കുട്ടി ഇതിനെ കളിപ്പ കയറിയ ചെറിയ ട്രീയേക്കാൾ വലിയൊരു മരത്തിൽ കയറുകയാണെങ്കിൽ ആ കുട്ടിക്ക് കടലിലൂടെ ഒഴുകുന്ന ഷിപ്പുകളൊക്കെ കാണാൻ കഴിയും എന്നാണ് കുട്ടി വിശ്വസിക്കുന്നത്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ ഫെയറി ലാൻഡ്? ഫെയറി ലാൻഡിൽ നിന്ന് എന്ത് കാണുന്നാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത് അല്ല. ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ മാജിക്കൽ പ്ലേസ് വെയർ ഓൾ ചിൽഡ്രൻ ഗ്യാദർ ടു ഡൈൻ അറ്റ് 5 o'clock ആൻഡ് വെയർ പ്ലേ തിങ്സ് കം ടു ലൈഫ്. ദിസ് റിഫ്ലെക്ട് ദ ചൈൽഡ് ഇമാജിനേറ്റീവ് ലോങ്ങിങ് for a fantastical world where ordinary objects and activities are transformed into extraordinary experience. അപ്പോൾ ആ കുട്ടി ഉദ്ദേശിക്കുന്നത് ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു മായാജാലം. അപ്പോൾ അങ്ങനെ ഒരു ഭൂമിയിൽ നിന്ന് ആ കുട്ടിക്ക് കാണാൻ പറ്റുക അവിടെയുള്ള കുട്ടികളൊക്കെ 5 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് അവിടുത്തെ കളിസാധനങ്ങളൊക്കെ ജീവൻ വെക്കുകയും പിന്നെ കൂടാതെ ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷനാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. നമ്മുടെ ഒരു ഓർഡിനറി സംഭവങ്ങളിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് ഒരു അനുഭവത്തിലേക്ക് എത്തുന്നുള്ള കുട്ടിയുടെ ഇമാജിനേഷനാണ് അവിടെ കാണിക്കുന്നത്.
ഇനി ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വെൻ ടു പ്ലേ തിങ്സ് കം അലൈവ്, അല്ലെ എപ്പോഴാണ് പ്ലേ തിങ്സിനൊക്കെ ജീവൻ വരിക? എവിടെയാണ്? ഇൻ ദ ചൈൽഡ് ഇമാജിനേഷൻ പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ഫെയറി ലാൻഡ്. ആ കുട്ടിയുടെ സങ്കല്പത്തിൽ ഫെയറി ലാൻഡിലാണ് കളിസാധനങ്ങൾക്കൊക്കെ ജീവൻ വെക്കുക. ഇനി അടുത്തത് ഓക്കെ, ഇവിടെ നമ്മൾ എഴുതേണ്ടത് ദ ചൈൽഡ് എൻജോയ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ, ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അല്ല, ആ കുട്ടിക്ക് ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ, ആ മരത്തിൻ്റെ മുകളിലുള്ള ആ കാഴ്ചകളൊക്കെ ആ കുട്ടി എൻജോയ് ചെയ്തു. അല്ല, അതെന്തൊക്കെയാണ് ആ കുട്ടി കണ്ടതെന്ന് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വേണ്ടത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, ദ ചൈൽഡ് സീസ് എ കളർഫുൾ ഗാർഡൻ നെക്സ്റ്റ് ഡോർ വിച്ച് ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ദ ചൈൽഡ് ഓൾസോ സീസ് പ്ലസൻറ്റ് പ്ലേസസ്. From the tree, they also observe a river that looked like a mirror reflecting the blue sky. The busy and dusty road with the people traveling to town. The child imagines seeing even further, envisioning the sea with shapes and a magical fairyland where children eat at 5 and toys come to life. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പോമിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ കുട്ടിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹൈറ്റിൽ നിന്നും കുട്ടി എൻജോയ് ചെയ്ത കാര്യങ്ങൾ, അല്ലെ ആ മരത്തിൻ്റെ മുകളിൽ നിന്നും കുട്ടി എൻജോയ് ചെയ്ത കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? എന്താ അത്? ഹാവ് യു എവർ ട്രൈ ടു ലുക്ക് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്? നിങ്ങൾക്കും ഇതുപോലെ എപ്പോഴെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്? കണ്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാണുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ലേ, കണ്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമൊന്നുമില്ല. ഇവിടെ നമ്മൾ കണ്ടില്ലെങ്കിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുകൂടെ നമ്മളിവിടെ എഴുതേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ പൊതുവെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലെങ്കിലും നമ്മൾ കയറിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവിടെ നിന്നെങ്കിലും കാണുന്ന എന്തെങ്കിലും കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? നമുക്ക് ആ രീതിയിലൊന്ന് എഴുതാം. യെസ്, ഐ ഹാവ് ലുക്ക്ഡ് ഔട്ട് ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. I saw a broad view of the street below, including bustling traffic, pedestrians walking, and the surroundings, cityscape, and the movement of vehicles. I also saw the rooftop of nearby buildings. അല്ലേ, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ? താഴെ നമുക്ക് ആ താഴെ കാണുന്ന സ്ട്രീറ്റ് കാണാൻ പറ്റും, അതിലൂടെ വളരെ ബിസിയായ ട്രാഫിക് കാണാൻ പറ്റും, പിന്നെയോ നടന്നു പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും, പിന്നെ നമ്മളെ ചുറ്റുമുള്ള ആ ഒരു സിറ്റിസ്കേപ്പ്, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ആ ഒരു ഭാഗങ്ങൾ, അല്ലെ, കുറച്ചധികം നമ്മൾ താഴെ നിന്ന് നോക്കുന്ന പോലെയല്ല, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ പരിസരം ഒന്നുകൂടെ വിശദമായിട്ട് കാണാൻ പറ്റും. കൂടാതെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. പിന്നെയോ പിന്നെ അടുത്ത വീടുകളിലുള്ള അല്ലെങ്കിൽ അടുത്ത ബിൽഡിങ്ങുകളുടെയൊക്കെ റൂഫ് ടോപ്പ്, അതും നമുക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അല്ലേ? ആ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താ? ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. ഇവിടെ പോം നിങ്ങൾ വായിക്കുക. ഇതിൽ ഈ പോമിൽ നമ്മളോട് ചോദിക്കുന്ന എന്താ? റൈമിംഗ് വേർഡ്സ്, അല്ലേ? ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് 4 ലൈൻസിൽ ഈ ഒരു സ്റ്റാൻസയിൽ ട്രീ, മീ, കൂടാതെ ഹാൻഡ്സ്, ലാൻഡ്സ്, ഇത് റൈമിംഗ് വേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുന്നേ ഉള്ള കുറേ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതല്ലേ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോം. ഒരു പോമിലെ വ്യത്യസ്തമായ ലൈനുകളിൽ ആവർത്തിച്ച് വരുന്ന അവസാനത്തെ സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈം സ്കീം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ട്രീ, ഈ സൗണ്ടാണ് ട്രീക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലൈൻ ലിറ്റിൽ മീക്ക്, മീ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അവസാനിക്കുന്ന സൗണ്ട് എന്താ? ഈ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ട്രീയും മീയും എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. അതേപോലെ ഹാൻഡ്സ്, സ് ആണ് ലാസ്റ്റ് വരുന്ന സൗണ്ട്. ലാൻഡ്സ്, സ് ആണ് ലാസ്റ്റ് വരുന്ന സൗണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡ്സും ലാൻഡ്സും എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ അതേപോലെ ഈ പോമിൽ വരുന്ന മറ്റുള്ള റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കിയേ, നെക്സ്റ്റ് ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. അവിടെ ലൈ ഐ എന്ന് പറയുന്ന വേർഡാണ് ലാസ്റ്റ് സൗണ്ട്. അപ്പോൾ സെക്കൻഡ് ലൈനിൽ നോക്കിയേ നിങ്ങൾ, മൈ ഐ എന്ന് പറയുന്ന ആ സൗണ്ട് തന്നെയാണ്
ലാസ്റ്റ് വരുന്നത്. സ്പെല്ലിംഗ് അല്ലേ, അതിവിടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. LI ലൈ ആണ്, അതേസമയം EY ആണ്. സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ ലാസ്റ്റ് സ്പെല്ലിംഗ് ഓക്കെയാണ്, പക്ഷേ അത് നിങ്ങളൊന്ന് നോക്കിയേ, ലൈ ഐ അല്ലേ, ഐ എന്നുള്ള ആ സൗണ്ടാണ് അവസാനിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയേ, പ്ലേസസ് മോർ അല്ലേ, പിന്നെ ബിഫോർ. അപ്പോൾ മോർ, ബിഫോർ, പിന്നെ പാസ്, ഗ്ലാസ്, ഡൗൺ, ടൗൺ, പിന്നെയോ ട്രീ, സീ, സ്ലിപ്സ്, ഷേപ്സ്, പിന്നെ വീണ്ടും ഹാൻഡ്, ലാൻഡ്, 5, എലൈവ്. ഇത്രയാണ് ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് വരുന്നത്. ഈ റൈമിംഗ് വേർഡ്സൊക്കെ ഒറ്റ വരിയിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ക്ലിയർ ആവും അല്ലേ. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന റൈമിംഗ് വേർഡ്സ്. ഓക്കെ, ഇനി ഈ റൈമിംഗ് വേർഡ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഇതുമായിട്ട് ഒരു റൈം സ്കീം, അതാണ് നമ്മളെ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, അതിന് നമ്മൾ എന്ത് കൊടുത്തു, എന്നുള്ള ലെറ്റർ കൊടുത്തു. അപ്പോൾ ട്രീ, ആ ഒരു സെയിം സൗണ്ട് തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ ലൈനിനും വരുന്നത് അല്ലേ, ലിറ്റിൽ മീ. അപ്പോൾ അതിനും നമ്മൾ എന്ത് കൊടുത്തു, എന്നുള്ള സൗണ്ട് കൊടുത്തു. ഇനി ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ ട്രീ, മീ പറഞ്ഞ സെയിം സൗണ്ട് ആണോ? അല്ല, ഡിഫറെൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് അതിനെന്ത് കൊടുത്തു, നമ്മൾ ബി കൊടുത്തു. ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ്സ് പറഞ്ഞ അതേ സെയിം സൗണ്ടാണ്. അതുകൊണ്ട് അതിനും നമ്മൾ എന്ത് കൊടുത്തു, ബി കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു റൈം സ്കീം വരുന്നത് എങ്ങനെയാണ്? റൈമിൻ്റെ സ്കീം വരുന്നത് ബി എന്ന ഒരു റൈം സ്കീമാണ് ഇവിടെ വരുന്നത് അല്ലേ. റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോം. ഒരു പോമിൽ വരുന്ന ആ ഒരു പാറ്റേണിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റിൽ വിവരിച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബേബി വരുന്നത് എന്നൊക്കെ. ഓക്കെ, എന്നാൽ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അടുത്ത സ്റ്റാൻസി ഒന്ന് എഴുതി നോക്കാം. ഗാർഡൻ ലൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈൻ എന്തായാലും നമ്മൾ എ തന്നെ കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ലൈൻ അതേപോലെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ എ കൊടുക്കുക, ഡിഫറെൻ്റ് ആണെങ്കിൽ ബി കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ ലൈ ഐ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലൈ പോലെ തന്നെയാണ് ഐയും പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് നമ്മൾ കൊടുക്കുക, കൊടുക്കുക. അങ്ങനെ അടുത്ത തേർഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മോർ, ഫസ്റ്റ് രണ്ട് ലൈനിന്നും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ബി കൊടുക്കും. അങ്ങനെ സീൻ ബിഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ മോർ എന്ന് പറഞ്ഞ അതേ എൻഡിങ് സൗണ്ട് തന്നെയാണ് ബിഫോറിനും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുക്കുക, ബി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ റൈം പാറ്റേൺ, റൈം സ്കീം വരുന്നത് എങ്ങനെയാണ്, ബി. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റാൻസിൻ്റെയും ആ ഒരു റൈം സ്കീം വരുന്നത് ബി എന്ന മോഡിലാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എസണൻസ് ആണ്. എസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ആൻഡ് ലുക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്, ദ സെയിം വൗവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് എബ്രോഡ് ആൻഡ് ഫോറിൻ. റോ ഓ, ഫോറിൻ്റെ ഫോ. അപ്പോൾ ഓ എന്ന് പറയുന്ന വൗവൽ സൗണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വരികൾക്കിടയിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ബോക്സിൽ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, repetition of vowel sound in a line is called assonance. It's also known as vowel rhyme. എസണൻസിന് രണ്ട് പേരുണ്ട് അല്ലേ, വേറൊരു പേരും കൂടിയുണ്ട്, വൗവൽ റൈം എന്ന പേരും കൂടിയുണ്ട്. അപ്പോൾ വരികൾക്കിടയിൽ വൗവൽ സൗണ്ട് ആവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, എസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വരികൾക്കിടയിലുള്ള വേർഡ് നോക്കുക, ആ വേർഡിൻ്റെ നമ്മൾ വൗവൽ സൗണ്ട് ആവർത്തിച്ച് വരുന്ന കണ്ടാൽ അതിനെയാണ് നമ്മൾ എസണൻസ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആയല്ലോ, എബ്രോഡ് ഫോറിൻ അല്ലേ. അപ്പോൾ നിങ്ങളവിടെ ഏത് വൗവൽ സൗണ്ടാണ് അവിടെ ആവർത്തിച്ച് വന്നത്, എബ്രോ ഓ, ഫോ ഓ. ഓക്കെ, ഓ എന്ന് പറഞ്ഞ വൗവൽ സൗണ്ടാണ് ആവർത്തിച്ച് വന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് എക്സാമ്പിളും കൂടെ നമ്മളെ പോമിൽ നിന്നും കണ്ടെത്തണം. അപ്പം നമുക്ക് ഒന്നുകൂടെ പോമിലേക്ക് പോകാം. അപ്പോൾ ആ പോമിൽ ഓക്കെ നമുക്ക് നോക്കാം ഈ പോമിൽ ഏതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഈ പോമിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് അല്ലേ. ഡിംപ്ലിംഗ് റിവർ, ഡി റി ഇ എന്ന സൗണ്ട്. ആദ്യം തന്നെ ഏതൊക്കെയാ വവൽ സൗണ്ട്, ഇ ഐ ഒ
യു. ഇത്രയാണ് നമ്മൾ പറയുന്ന വവ്വൽ സൗണ്ട് അല്ലേ. ഈ 5 സൗണ്ടാണ് വവ്വൽ സൗണ്ട്. അപ്പോൾ ഇതിൽ ഡിംപ്ലിംഗ്, റിവർ, ഡി, റി, ഇ. ഡിംപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡി, ഇ, ഐ ആണ് അവിടെ സൗണ്ട്, നമ്മൾ ഇ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ, ഡി. അപ്പോൾ ഇ. അതേപോലെ റിവർ, റിവർ എന്ന് പറയുമ്പോൾ റി, ഇ ആണ് സൗണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഡിംപ്ലിംഗ്, റിവർ, അതാണ് ഇതിലെ ഒരു എസണൻസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അടുത്തത് വരുന്നത് ഈ ഒരു ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീയിൽ നമ്മൾ നോക്കിയേ, ഫൈൻഡ് ഹയർ, ഫൈ, എഫ് ഐ ആണ് നമ്മുടെ സ്പെല്ലിങ് വരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്നാ ഫൈ ഐ തന്നെയാണ് പറയുന്നത് അല്ലേ. ഹൈ, ഹയർ എന്ന് പറയുമ്പോൾ ഹൈ. അപ്പോൾ ആ ഐ എന്ന് വരുന്ന ആ സൗണ്ടിനെയാണ് നമുക്കിവിടെ എസണൻസ് ആയിട്ട് വരുന്നത്, ഫൈൻഡ് ഹയർ. അടുത്തത് എന്താ? നെക്സ്റ്റ് വരുന്നത് ഡൈൻ, 5, ഐ സൗണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ. വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5ൽ ഡൈ, ഐ, ഐ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ എന്ത് വരുന്നത്, എസണൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അടുത്ത് നോക്കിയേ, പ്ലേ തിങ്സ് എലൈവ്, തീ. പക്ഷേ അവിടെ ഇ ആണ്, തിങ്സ്. നിങ്ങൾ വിചാരിക്കുക എല്ലാ ഐ കാണുന്നതും നമുക്ക് ഒരേപോലെ എസണൻസ് ആക്കിയിട്ട് എഴുതാമെന്ന്. പക്ഷെ അതിനുള്ള ഒരു ഉദാഹരണം അങ്ങനെ വരില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇവിടെ. നിങ്ങൾ നോക്കൂ, പ്ലേ തിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ തീ, ഐ ഉണ്ട് തിങ്സിന്, പക്ഷേ തീ, ഇ ആണ് അവിടെ സൗണ്ട് വരുന്നത്. ലൈവിന് വരുന്ന സൗണ്ട് എന്താ? ലൈ, ഐ ആണ് വരുന്നത്. ഇവിടെ ഈ ഐക്ക് ഈ സൗണ്ടാണ് വരുന്നത് അല്ലേ. പ്ലേ തിങ്സ്, തീ, ഇ ആ വരുന്നത്. ലൈവ് എന്ന് പറയുമ്പോൾ ലൈ, ഐ ആണ് വരുന്നത്. നമ്മൾ കാണുന്ന സ്പെല്ലിങ് ഐ ആണെങ്കിലും അവിടെ അതിൻ്റെ പ്രൊനൗൺസ് വന്നിരിക്കുന്നത് പ്ലേ തിങ്സിൽ ഇ ആണ്, തീ, ഇ, LI. ഓക്കെ, അപ്പോൾ അതെന്താവില്ല, എസണൻസ് ആവില്ല. അപ്പോൾ ഈ ഒരു പോമിൽ നമുക്ക് എസണൻസ് കിട്ടിയിരിക്കുന്നത് ഏതൊക്കെയാണ്? എസണൻസ് കിട്ടിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഡിംപ്ലിംഗ്, റിവർ, ഫൈൻഡ്, ഹയർ, ഡൈൻ, 5. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എസണൻസ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ആലിറ്ററേഷൻ അല്ലേ. ആലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എസണൻസ് നമ്മൾ പറഞ്ഞത് വവൽ സൗണ്ട് ആണെങ്കിൽ ആലിറ്ററേഷൻ എന്ന് പറയുന്നത് കോൺസണൻറ്റ് സൗണ്ടാണ്. പക്ഷേ എസണൻസ് നമുക്ക് ആ വരികൾക്കിടയിൽ വേർഡ്സിൻ്റെ ആദ്യമോ അവസാനമോ എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ആലിറ്ററേഷൻ എന്ന് പറയുമ്പം വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കോൺസണൻറ്റ് സൗണ്ടിൻ്റെ റെപ്പിറ്റേഷനാണ്. മനസ്സിലായില്ലേ? ഒരു ലൈനിൽ വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കോൺസണൻറ്റ് സൗണ്ടാണ് നമ്മൾ ആലിറ്ററേഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പോമിൽ നമുക്ക് ഏതൊക്കെയാണ് ആലിറ്ററേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ദ വേർഡ്സ് പ്ലസൻറ്റ് ആൻഡ് പ്ലേസസ്, അത് ആലിറ്ററേഷനാണ്. എങ്ങനെയാണ് പ്ലസൻറ്റും പ്ലേസസും ആലിറ്ററേഷൻ ആവുന്നത്? പ് എന്ന സൗണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്ലസൻറ്റ് എന്ന് പറയുമ്പം പ്, പ്ലേസസ് എന്ന് പറയുമ്പോൾ പ്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ പോമിൽ വരുന്ന വേറെ ഏതൊക്കെയാണ് വേർഡ്സ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നതൊന്ന് ഡസ്റ്റി, ഡൗൺ. ഈ ഒരു തേർഡ് ലൈനിൽ നോക്കിയേ, ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഡസ്റ്റിയുടെ ഡി, ഡൗൺ ഡി അല്ലേ. ഡി എന്ന് നമ്മൾ സ്പെല്ലിംഗ് ആയിട്ടല്ല പറയാം, സൗണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ഡ് അതെന്താണ്? ആലിറ്ററേഷനാണ്. പിന്നെ അടുത്തത് വരുന്നത് എന്താ? ട്രാമ്പിങ് ടൗൺ, അടുത്ത ലൈൻസിൽ വരുന്നത് അല്ലേ. വിത്ത് പീപ്പിൾ ട്രാമ്പിങ്, ട് സൗണ്ട്. ട്രാമ്പിങ് ടൗൺ, ട് സൗണ്ട്. മനസ്സിലായല്ലോ? വേർഡിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കണം ആ കോൺസണൻറ്റ് സൗണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ആലിറ്ററേഷൻ ആവുള്ളൂ. അതിന് അടുത്ത വരുന്നത് എന്താ? പിന്നെ വരുന്നത് ഫാദർ ആൻഡ് ഫാദർ, സെയിം വേർഡ് തന്നെയാണ്. അതിൻ്റെ ഫ് സൗണ്ട്, ഫാദർ ആൻഡ് ഫാദർ. ഇതാണ് ഇതിൽ നമുക്ക് വരുന്ന ആലിറ്ററേഷൻ. വേറെ കൂടുതലൊന്നും ആലിറ്ററേഷനായിട്ട് വരുന്നില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ആലിറ്ററേഷൻ നമുക്കിവിടെ എഴുതാം അല്ലേ. ഡസ്റ്റി, ഡൗൺ, പിന്നെ ട്രാമ്പിങ്, ടൗൺ, ഫർദർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഫെയറി ലാൻഡ് എന്ന പാഠഭാഗത്തുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.